34 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിൽ നിന്നും വിരമിച്ച പുഞ്ചവയൽ അംഗൻവാടി വർക്കർ ഗീത ടീച്ചറിന് വാർഡ് മെമ്പറിന്റെ നേതൃത്വത്തിൽ ആദരവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. വാർഡ് മെമ്പർ പ്രതീഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനിമോൾ തടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ അങ്ങോട്ട് പോകും. അങ്ങനെയുള്ള ഒരു 10-15 അല്ലെങ്കിൽ 20 കുട്ടികളെ ഒന്നിച്ചു നോക്കുക എന്ന് പറയുന്നത് വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ടീച്ചറിനെ സംബന്ധിച്ചായിരുന്നാലും ഹെൽപ്പറിനെ സംബന്ധിച്ചായിരുന്നാലും അവർക്ക് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ അല്ലാതെ തന്നെയുണ്ട്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ ജോലികളും ഇപ്പം അംഗൻവാടി ടീച്ചേഴ്സിന് ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ കൂടുതലുള്ള ഒരു സമയം കൂടിയാണ്. നമുക്കറിയാം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തന്നെ ഉദാഹരണം പറഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ എല്ലാ വീടുകളിലും കയറി ഇറങ്ങി സ്ലിപ്പ് കൊടുക്കുകയും ഒക്കെയായി ചെയ്ത് വളരെയധികം ഉത്തരവാദിത്തങ്ങൾ ചെയ്തവരാണ്. അപ്പം അത് അവരുടെ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം തന്നെ തീർച്ചയായും കുട്ടികളെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്, അവരെ പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. 3.5 വയസ്സിന് ശേഷം കുട്ടികളെ എഴുതാൻ പഠിപ്പിക്കും. അതുവരെയും കുട്ടികളും ഫ്രീ ആണ്. പക്ഷെ എന്നിരുന്നാലും അവരെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം ടീച്ചർ എന്ന നിലയിലും ഹെൽപ്പർമാർക്കുമുണ്ട്. അപ്പം അങ്ങനെ ധാരാളം ഉത്തരവാദിത്തം ചെയ്ത് 34 വർഷം കുട്ടികളോടൊപ്പം, അതും തീരെ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു മക്കളോടൊപ്പം സേവനം അനുഷ്ഠിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഭാഗ്യമാണ്. ഭാഗ്യം ചെയ്ത ജന്മങ്ങളാണെന്നത് തീർച്ചയായും നമുക്ക് പറയാം. വാർഡ് മെമ്പർ MJ ജോൺസൺ ഗീത ടീച്ചറിനെ ആദരിച്ചു. CN മോഹനൻ, PD ജോൺ, പ്രസന്ന ഷിബു, രതീഷ് കപ്ലിയിൽ, ജോമോൻ, അനിൽകുമാർ, KD സനൽ, ശേഖരൻ, സുമാ ഷിജു, സുപ്രഭ രാജൻ, MC ബിനു, ബാബു സാർ, കുമാരി ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. അന്നത്തെ കാലത്ത് ഇവിടെ ജോലിക്ക് പോകുന്ന സ്ത്രീകള് 3-4 കുഞ്ഞുങ്ങളെ ടീച്ചറുടെ വീട്ടിൽ 8 മണി 8:30 ആകുമ്പോൾ കൊണ്ടാക്കുമായിരുന്നു. ആ കുഞ്ഞുങ്ങളെ കൊണ്ടായിരുന്നു ടീച്ചർ അംഗൻവാടിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, പറയാം അവർക്ക് ജോലിക്ക് പോകണം. അപ്പൊ എനിക്ക് നേരെ ഓപ്പോസിറ്റ്, അവരുടെ വീടിന് ഓപ്പോസിറ്റ് കടയാണ്. അത്ര കൃത്യതയോടുകൂടി കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് പരിപാലിച്ച് ഒരു പരാതിയില്ലാതെ ഈ 34 വർഷം നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കി വളർത്തിയെടുത്ത എന്ന് പറഞ്ഞാൽ തുടക്കം, ടീച്ചറുടെ തുടക്കം തുടങ്ങി അംഗൻവാടി കൊണ്ടാണ് കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത്. അങ്ങനെ ചിട്ടയോടുകൂടി വളർത്തി എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ടീച്ചറാണ് നമുക്കിന്ന് റിട്ടയർമെന്റ് ആകുന്നത്. തുടർന്ന് വിരമിച്ച അംഗൻവാടി ടീച്ചർ മറുപടി പ്രസംഗവും നടത്തി. പഠിപ്പിച്ച കുട്ടികളുടെ ആദരവ് പ്രസംഗം ഏറെ ശ്രദ്ധേയമായി. ഈ നാട്ടിൽ ഒത്തിരി പേര് ടീച്ചറിന്റെ ശിക്ഷണത്തിൽ പഠിച്ച് ഇപ്പോൾ വലിയ നിലയിലും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ എത്തി. അതിന്റെ എല്ലാം തുടക്കം ഗീത ടീച്ചറിന്റെ സ്നേഹത്തിലും വാത്സല്യത്തിലും കരുതലിൽ നിന്നുമായിരുന്നു. ഗീത ടീച്ചർ നൽകിയ അക്ഷരങ്ങൾ ഞങ്ങൾ വർദ്ധിപ്പിച്ചു. ടീച്ചർ നൽകിയ ആത്മവിശ്വാസം ഞങ്ങൾ വർദ്ധിപ്പിച്ചു. ടീച്ചർ നൽകിയ സ്നേഹം ഞങ്ങളുടെ ഹൃദയം സ്വീകരിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ടീച്ചർ ഇന്ന് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് വിരാമമിടുമ്പോൾ നന്ദി എന്നൊരു വാക്കുകൊണ്ട് മാത്രം ഒന്നും അവസാനിക്കുന്നില്ല. ടീച്ചർ ഞങ്ങളെക്കുറിച്ചൊക്കെ ഓരോ സ്വപ്നങ്ങൾ കണ്ടിരുന്നു. ആ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ യാഥാർത്ഥ്യമാക്കുകയാണ് ഞങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഗുരുദക്ഷിണ എന്ന് എനിക്കറിയാം. കുടുംബശ്രീ അംഗങ്ങൾ, അംഗൻവാടി ടീച്ചർമാർ, വിദ്യാർത്ഥികൾ, പൊതുപ്രവർത്തകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.